വായി നോക്കുന്ന ഒരു കലയല്ലേ ചേട്ടാ. ദേഷ്യം വന്നാൽ ഞാൻ ചിലപ്പോൾ 2 തെറിയും പറഞ്ഞിട്ട് അതാണ്, തെറി മാത്രം പറഞ്ഞ പോരാ, അടി കൊടുക്കണം. ഇതുപോലെ ഇരുന്നാ മതി. എന്നെ പോലെ ഒരാളെ നോക്കുന്നത്. പിന്നെ നല്ല ജിമ്മിനാണ് നോക്കും. ജിമ്മിനായിട്ടുള്ള ആളെ വേണ്ടത്. മുടിയിലാണോ, ഫേസിലാണോ, കണ്ണിലാണോ, മൂക്കിലാണോ, നാക്കിലാണോ, വായിലാണോ, ചെവിയിലാണോ, തൊലിയിലാണോ, തറ കോഴികളുടെ കാര്യം ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ 6 അടി പൊക്കം വേണം, അത്യാവശ്യം മസിലായിരിക്കണം, താടിയില്ലേലും കുഴപ്പമില്ല, മുടി കുഴപ്പമില്ല, അതുപോലെ തന്നെ മുണ്ടെടുത്ത് കറുത്ത ഷർട്ടിട്ട് വന്നോളൂ കേട്ടോ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ എറണാകുളത്തുള്ളത്. നമ്മളിപ്പോൾ ഇന്നിവിടെ കുറേ ആളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകും. നമ്മളോട് നമ്മൾ ചോദിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോയ്സിൽ നിങ്ങൾ കാണുമ്പോൾ, ബോയ്സിനെ ആദ്യമായിട്ട് കാണുമ്പോൾ അവരിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചു നോക്കാം. ഇന്ന് അടിപൊളി ഒരു എപ്പിസോഡായിരിക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അൽത്ത വ്ലോഗ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. നമുക്കൊരു സുന്ദരി കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, ഒരു ബോയിനെ കണ്ട ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുടി ശ്രദ്ധിക്കും. പിന്നെ താടി, മീശ ഐറ്റംസ് കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് ശ്രദ്ധിക്കും? ചിരി ശ്രദ്ധിക്കും. ചിരി, നല്ല ചിരിയായിരിക്കണം. പിന്നെ കണ്ണ് നോക്കും. പിന്നെ കണ്ണടച്ച് വരുവാണെങ്കിലോ, കണ്ണാടി വെച്ച് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? കൂളിംഗ് ഗ്ലാസ് എന്നാലും നോക്കും, കണ്ണാടി ഊരി നോക്കും. ഓക്കെ, മുടി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? കേളിയായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണോ, അല്ലെങ്കിൽ പറ്റ മുടിയാണോ? ലോങ് ഹെയർ. പിന്നെന്താണ് ശ്രദ്ധിക്കുന്നത്? ആദ്യം ഹെയർ സ്റ്റൈൽ ആയിരിക്കും. ഹെയർ സ്റ്റൈലാണ്. മുടി ഇല്ലാത്തൊരാളാണെങ്കിലും നോക്കത്തേയില്ല. പിന്നെ അങ്ങനെയല്ല, എന്നാലും അയാളുടെ തലയിലേക്ക് നോക്കാമല്ലോ. തലയിലേക്ക് നോക്കും. ഓക്കെ, പിന്നെ പൊതുവെ നടത്തും നോക്കും. എങ്ങനെ നടക്കണം? ദുൽഖർ സൽമാനെ പോലെ അങ്ങനെയൊന്നുമല്ലോ, കുറച്ച് ഡീസൻ്റ് ഒക്കെ ആണോ, അതോ കുറച്ച് നടത്തുവാണോ ഉദ്ദേശിച്ചത്? പുള്ളി സ്വഭാവമാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ. പിന്നെന്ത് നോക്കും? പിന്നെ പൊതുവെ ഇത്ര നോക്കാം. ഡ്രസ്സൊക്കെ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ കേരള തനതായ മുണ്ടും ഷർട്ടും ആണോ, അല്ലെങ്കിൽ പാൻറ് ഇട്ട് ജീൻസ് ഇട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? പാൻറ് ഇട്ട് ജീൻസ്. അതാണ് ഇഷ്ടം. കേരള തനിമയൊന്നും ഇഷ്ടമല്ല. അത് ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം? മുണ്ട് ഇഷ്ടം. ഒരാളെ കണ്ട ആദ്യം എന്താ നോക്കും, എന്താ ശ്രദ്ധിക്കുക? അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ണിപ്പെടുന്നത് എന്താണ്? മുഖം നോക്കും. മുഖത്ത് നോക്കും. എന്തായാലും മുഖത്ത് നോക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ എന്നോട് ചോദിക്കുന്നത്? പിന്നെന്താ? ഫസ്റ്റ് ഞാൻ അവരൊന്ന് നോക്കും. അന്ന് നോക്കിയിട്ട് പിന്നെ ദൂരത്തുനിന്നാണ് വരുന്നെങ്കിൽ അവര് ദൂരത്തുനിന്നോ, നമ്മളൊരു ഡിസ്റ്റൻസിലായിരിക്കല്ലോ വരാ. ഞാൻ അങ്ങനെയൊന്നും സ്കാൻ ചെയ്തൊന്നുമില്ല, ഒന്ന് വെറുതെ നോക്കും. അപ്പൊ അവരെന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ചാടിട്ടൊരു പൊതുവെ പിള്ളേരെല്ലാം ചെയ്ത പരിപാടി. ചെക്കൻ കുറച്ച് ഗ്ലാമറൊക്കെ അതാ ചോദിക്കുന്നത്. ആദ്യം ശ്രദ്ധിക്കുന്ന ഗ്ലാമറിന്റെ ഏത് വശമാണ്? ടോട്ടൽ ഫ്രീക്ക് ആണോ നോക്കും. ഫ്രീക്കായിട്ടുള്ള ആളെ മതി. മുണ്ടെടുത്താലും ഫ്രീക്ക് ആയിരിക്കണം. മുടിയൊക്കെ ഇങ്ങനെ അങ്ങനെയൊന്നും വേണ്ട. ഐശ്വര്യം ഉണ്ടോ എന്നൊക്കെ. ഐശ്വര്യം ഉണ്ടായിരിക്കണം. പിന്നെ ഐശ്വര്യം. ഐശ്വര്യം എങ്ങനെ? മുടിയിലാണോ, ഫേസിലാണോ, കണ്ണിലാണോ, മൂക്കിലാണോ, നാക്കിലാണോ, വായിലാണോ, ചെവിയിലാണോ, തൊലിയിലാണോ, കളറിലാണോ? ഞാനൊന്നും ചെയ്ത് നോക്കാറില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ബ്യൂട്ടി എന്തിലാണ് ചെയ്യാത്ത രീതിയിൽ ഞാൻ നോക്കും. ഓക്കെ, താടിയുള്ള ആളായിരിക്കണം. താടി മഞ്ചല്ലേ, നല്ല താടി വേണം. താടി എന്നെക്കാട്ടി താടി വേണം. ഇതെന്ത് താടിയാ? ഓക്കെ, നല്ല താടി വേണം. കട്ട താടി വേണം. അതൊക്കെ ഇപ്പൊ എപ്പോഴും പിള്ളേര് പറയുന്നില്ല. ജിമ്മനായിരിക്കണം. അതൊന്നും വലിയ കാര്യമൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ വയറൊക്കെ ചാടിയിരിക്കാം. ഇഷ്ടമല്ല. ഫ്രീക്ക് അടിച്ചിരി ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടുള്ളത് അതൊക്കെ ഭയങ്കര ബോറാ. ഇഷ്ടമല്ല. ഹെയറോ? ഹെയറും ഫോർമലായിട്ട് അധികം വളർത്താണ്ട് നോർമൽ. ഒട്ടും താടിയില്ലാത്ത ഒരാളാണെങ്കിലും താടി കുറച്ചൊക്കെ വേണം. താടി വേണം. ബോയ്സ് ആക്കിയ താടി വേണം. കേരളത്തിലെ ആമ്പിള്ളേർക്ക് താടി വേണം. കുറച്ചൊക്കെ താടി വേണം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. അങ്ങ് ഇരുന്നാ മതി. ഇതുപോലെ ഇരുന്നാ മതി. എന്നെ പോലുള്ള ഒരാളെ നോക്കുന്നത്. പിന്നെന്താ നോക്കുന്നത്? പിന്നെ ഈ നടക്കണമെന്ന് പറഞ്ഞു. ഈ നടക്കുന്നത് അതെന്താ ഉദ്ദേശിച്ച് നടക്കുന്നത്? നടക്കുമ്പോ ഒരു താളത്തിലൊക്കെ നടക്കണമെന്നാണ്. അങ്ങനെയല്ല, ഒരു നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക. അങ്ങനെ ഒരു ഇൻ ചെയ്ത് പക്കായിട്ട് ഇൻ ചെയ്ത് അതുപോലെ ഇങ്ങനെ നടക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ ഉണ്ടോ? ഡ്രസ് ഇൻസെർട്ട് ചെയ്തൊക്കെ നടക്കണം? അല്ല, സാഹചര്യം അനുസരിച്ച് ഡ്രസ് ചെയ്യുന്നതാണെങ്കിൽ സാഹചര്യം അനുസരിച്ച്, അതായത് മുണ്ട് മടക്കി കുത്തേണ്ടി വന്നാൽ മുണ്ട് മടക്കി കുത്തുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ആയിരിക്കും. മുണ്ടെടുക്കുന്ന ആൾ ഇഷ്ടമാണോ? മുണ്ടെടുത്ത് വരുമ്പോൾ, വെള്ളം മുണ്ടെടുത്ത് വരുമ്പോൾ കേരളത്തിലെ ആമ്പിള്ളേർ ഏത് കളർ ഷർട്ട് ഇടുന്നതായിരിക്കും നല്ലത്? ബ്ലാക്ക്, ബ്ലൂ. റെഡ് ഇട്ട് വന്നാ താടി എന്ന് പറയുമ്പോൾ നല്ല ഇച്ചിരി ലോങ് താടി, കുറച്ച് നീളത്തിൽ ഇവിടെ വരയ്ക്ക് വേണോ? കുറച്ച്. ഓക്കെ, നല്ല താടിയുണ്ട്, കഷണ്ടി ആണെങ്കിലും വേണ്ട. നല്ല മുടിയുണ്ട്, വേണ്ട. നല്ല മുടിയുണ്ട്, താടി ഇല്ലെങ്കിലോ? താടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും മുടി വേണം. എന്റെ കണ്ണിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നോക്കും. സംസാരിക്കുന്ന കാര്യമല്ല, ഞാൻ ഫസ്റ്റില് കാണുമ്പോ തന്നെ കാണുമ്പോ നടന്നു വരുന്നത് നോക്കും. പിന്നെ അത്രയൊക്കെ നോക്കുള്ളൂ. പിന്നെ എന്ത് നോക്കും? ചിരിയൊക്കെ നോക്കും. ചിരി നല്ല ചിരിയാണോ നോക്കും. നോക്കും. പിന്നെന്ത് നോക്കും? പിന്നെ ഷൈ ആണോ നോക്കും. നമ്മുടെ മുഖത്തേക്ക്
എതിരെ വരുന്ന പെങ്കൊച്ചിനെ നോക്കുന്നില്ല എന്ന് നമ്മൾ അകലേന്ന് നോക്കും. ഞങ്ങൾ അടുത്ത് വരുമ്പോ ഫേസിൽ നോക്കിയില്ലെങ്കിലും നോക്കാതിരിക്കുന്നവരാണ് നല്ലത്. നോക്കാതിരിക്കുമ്പോ ഷൈ ആണ്. നോക്കണം. അപ്പൊ വായി നോക്കിയെന്ന് പറയത്തില്ലേ? ഇല്ല, വായി നോക്കുന്ന ഒരു കലയല്ലേ ചേട്ടാ. അല്ല. ഓക്കെ. അപ്പോ ഹെയർ നോക്കില്ലേ? ഹെയർ എല്ലാവരുടെയും ഒന്നും നോക്കൊന്നുമില്ല. ഐസ് നോക്കും. ഓഫ് കോഴ്സ്. എങ്ങനെ ഡ്രസ് ചെയ്യണം? ഇങ്ങനെ ഫ്രീക്ക് ആയിട്ടാണോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ മുണ്ട് ഷർട്ട് എങ്ങനെ? അല്ല, ഓരോരുത്തർക്കും ഓരോന്നല്ല ചേരുന്നത്. എന്നാലും നമുക്ക് കണ്ണിന് കുളിർമ കിട്ടും. കാഷ്വൽ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ഇഷ്ടം. ഏതായിരിക്കും? കാഷ്വൽ ആയിട്ട് കൂടുതലും മുണ്ട് നല്ല ചേർച്ചായിരിക്കും. അതാണ് താടി. കട്ട താടി വേണം. അപ്പൊ നോക്കത്തില്ലേ? അത് ഓഫ് കോഴ്സ് പറയാം. എന്തുകൊണ്ടായിരിക്കും താടി ഇഷ്ടം? എന്തുകൊണ്ടായിരിക്കും? നല്ല ഭംഗിയാണ്. താടിയിലത്ര കൊള്ളത്തില്ല. അങ്ങനല്ല, ചിലവർക്ക് നല്ല ഭംഗിയാണ്. സൽമാൻ ഖാനെ കൊള്ളില്ലേ? ഋതിക് റോഷനെ കൊള്ളില്ലേ? ഷാരൂഖ് ഖാനെ കൊള്ളില്ലേ? കൊള്ളും. താടി ഉണ്ടോ? അന്നെങ്കിലും ഇപ്പൊ എന്താ പറയണേ, ഞാൻ അത്യാവശ്യം പൊക്കം നോക്കും. നല്ല പൊക്കം വേണം. പൊക്കം ഇല്ലാത്തവരായ പറ്റത്തില്ല. അല്ല, അത്യാവശ്യം പൊക്കം വേണ്ടേ? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്നെ കാട്ടി ഒരു 6-6 അടി പൊക്കം വേണം. അത്ര ഒന്നും വേണ്ട, എന്നെ കാട്ടി കുറച്ചും കൂടെ വേണം. ഓക്കെ. പിന്നെ അത്രയും വണ്ണം പാടില്ല. എത്ര വണ്ണം പാടില്ല? ജിമ്മിനായാലോ? കുഴപ്പമില്ല. പിന്നെ നല്ല സ്വഭാവമായിരിക്കണം. കാണുന്ന ഉടനെ ഒറ്റ നോട്ടത്തിൽ സ്വഭാവം മനസ്സിലാക്കും. എങ്ങനെ? അല്ല, ഞാൻ ആദ്യം ഒരാളെ കാണുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം ഒരാളെ ഒരു ബോയെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ ചോദിച്ചത്. അതന്നെ, ഹെയർ നോക്കും. പിന്നെ അത്യാവശ്യം ഭംഗി, ഇച്ചിരിയൊക്കെ ഭംഗി വേണം. ഇച്ചിരി മതി, കുറച്ച് മതി, അധികം ഒന്നും വേണ്ട, കുറച്ച് മതി. അതൊക്കെ അധികം ഒരു അഹങ്കാരം പോലെ. അവരുടെ ഫേസ് ആയിരിക്കും ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. പിന്നെന്തോ? പിന്നെ ലുക്ക്. എന്ത് ലുക്ക്? ഡ്രസ്സിങ്, ഹെയർ. എന്ത് തരത്തിലുള്ള ഹെയർ? ലോങ് ഹെയറോ അതോ കേളിയായിട്ടുള്ള ഹെയറോ അല്ലെങ്കിൽ വലിയ ഹെയറോ ചെറിയ ഹെയറോ മൊട്ട അടിച്ചത് അങ്ങനെ ആയിരിക്കും? മൊട്ട വേണ്ട. അപ്പൊ കഷ്ണിയായിട്ടുള്ള ആളുകളെ ഇഷ്ടമല്ല. അത് ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ല പറഞ്ഞു. അപ്പൊ അത് വാസന ഇഷ്ടമാണോ? അധികം മുടിയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് ശ്രദ്ധിക്കും? ആലോചിക്കും. അടുത്ത ആളെ എന്ത് ശ്രദ്ധിക്കും? പിന്നെ അവരുടെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫെയർനെസ് കാര്യങ്ങള് ആണ് നോക്കുന്നത്. ഡ്രസ്സിംഗ് സ്റ്റൈലാണ് മെയിൻ. ഏത് തരത്തിലുള്ള ഡ്രസ്സ് ആയിരിക്കും? അതായത് നമ്മുടെ ജീൻസ് ഷർട്ടും ആയിരിക്കും അല്ലെങ്കിൽ ഫാൻ്റെ എടുത്ത് മുണ്ടെടുത്ത് വരുന്നതായിരിക്കും? എന്തായിരിക്കും നല്ലത്? ബോയ്സിന് രണ്ടും ചേരും. അതെ. ഏതാണ് കൂടുതൽ ഇഷ്ടം? എന്താ ട്രെൻഡ് ആയിട്ടുള്ളത്? അതെ. അതെന്താ അങ്ങനെ പറഞ്ഞു? നല്ല മുണ്ടെടുക്കുന്നത്. അതെന്താ അങ്ങനെ? അതങ്ങനെയാണല്ലോ. ആണോ? അപ്പൊ ഈ ജീൻസ് ഇട്ട് വരുന്ന ബോയ്സ് ഒന്നും കൊള്ളത്തില്ലെന്നാ പറയുന്നത്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താണ് പറയുക? ജീൻസ് ഇടാം, എന്നാലും ഒരു ലോവസ്റ്റ് പോലെ സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പൊ സത്യത്തില് ആമ്പിളർ ജീൻസ് ഒക്കെ ഇടുന്നത് തന്നെ പെമ്പിളരെ കാണിക്കാൻ. അപ്പൊ അവർക്ക് ലോവസ്റ്റ് ഒന്നും ഇഷ്ടമല്ലെന്നാ പറയുന്നത്. ആമ്പിളാരെ നോക്കിക്കോണം, അങ്ങനത്തെ ഒന്നും ഇടരുത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പുറമേ കാണുന്ന ഭംഗിയിലാണോ ഒരു സൗന്ദര്യം? ഇല്ല, പുറമേ കാണുന്ന ഭംഗിയിൽ ഒരിക്കലും അല്ല സൗന്ദര്യം. പറഞ്ഞായിരുന്നു വേർനെസ് ഒക്കെ നോക്കുമെന്ന്. ഞങ്ങൾ നോക്കുമ്പോഴേക്കും അയാളെ മനസ്സിലാക്കണം. എന്താ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരാളുടെ നമ്മള് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ എന്താ ജസ്റ്റ് നമുക്ക് പിന്നെ എന്ത് ചെയ്യും കണ്ടുപിടിക്കാനായിട്ട്? പിന്നെ അവരുടെ ക്യാരക്ടർ അറിയാം. അല്ല, ഇപ്പൊ ഫസ്റ്റ് തന്നെ ഒരാളെ കണ്ടുമ്പോ നമുക്ക് അവരുടെ ക്യാരക്ടർ ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരാളെ ഫസ്റ്റ് ടൈമിൽ തന്നെ. ഞാൻ ചോദിച്ചത് സാധാരണ ഒരു ബോയ്സിനെ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒരു നോട്ടീസാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്. ഫെയർനെസ് നോക്കും. അതുപോലെ പിന്നെ ഹെയർ എങ്ങനത്തെ ആയിരിക്കണം? ലോങ് ഹെയറോ കേളി ഹെയർ അതുപോലെ താടി ഓരോരുത്തർക്ക് ചേരുന്നതല്ലേ പറ്റുള്ളൂ. അതായത് അവരുടെ അപ്പിയറൻസ് അവർക്ക് ചേരുന്ന കാര്യങ്ങള് നോക്കുള്ളൂ. താടി ഉണ്ടോ നോക്കും. താടി ഉണ്ടോ നോക്കും. പിന്നെ നോക്കും. പിന്നെ നല്ല ജിമ്മിനാണ് നോക്കും. ജിമ്മിനായിട്ടുള്ള ആളെ വേണ്ടത്, അല്ല ഉണങ്ങി ലീനായിട്ടിരിക്കുന്ന ആളല്ല. ഇച്ചിരി വയറ് ചാടിയാ അപ്പൊ സിക്സ് പാക്ക് ഒക്കെ ഉള്ള ആളെ വേണ്ടേ? അത്രയ്ക്കൊന്നും വേണ്ട, ഒരു നാടൻ ചെക്കനെ. നാടൻ ചെക്കൻ ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടോ? പിന്നെന്താ, നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടല്ലോ കുറിയൊക്കെ ഇട്ട് നല്ല ലുക്കിൽ നടക്കുന്ന ചെക്കൻ. കുറിയൊക്കെ ഇട്ട് മുണ്ട് കൊടുക്കണോ? മുണ്ട് മസ്റ്റാ. കാവ്യാണെങ്കിൽ പൊളിച്ച്. പിന്നെ ചിലപ്പോ അവര് ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവര് ബാക്കിയുള്ളവരോട് എങ്ങനെയാ പെരുമാറുന്നെന്നുള്ളത് ഞങ്ങൾ നോക്കും. അതൊക്കെ നിന്ന് നോക്കാറുണ്ട്. അതൊക്കെ നോക്കുമല്ലോ. ഇപ്പൊ കൂട്ടുകാരായിട്ട് ഇരിക്കുമ്പോഴാണെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ പോകുമ്പോ ചിലപ്പോ അവര് അങ്ങനെയൊക്കെ നോക്കും. കോഴികളുടെ കാര്യം ഇവര് പറയുന്നത് കേട്ടോ. എല്ലാ ബോയ്സും അങ്ങനെ അല്ല കേട്ടോ. എല്ലാ ബോയ്സും അങ്ങനെ ആയിരിക്കത്തില്ല. അതാണ് നോക്കുന്നത്, അങ്ങനെയാണോ അല്ലയോ. പിന്നീടുള്ള പ്രൊസീഡിങ്സ് ഒക്കെ നടക്കത്തുള്ളൂ. കാണുമ്പോ തന്നെ ഒരു ഭംഗി നോക്കുമല്ലോ. എല്ലാവർക്കും ഭംഗി മതി. പിന്നെ എന്ന് പറഞ്ഞാൽ അധികം മുടിയൊന്നും വളർത്താത്ത അധികം മുടി വളർത്തരുത്. ഒരു കാണുമ്പോ ഒരു മെനയൊക്കെ ഉണ്ടാവും, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ഉണ്ടാവും. ആയിരിക്കണം. അപ്പൊ ഒത്തിരി കേളിയായിട്ടുള്ള മുടി ഇഷ്ടമല്ല. അപ്പൊ ഈ ഒത്തിരി മുടി വളർത്തിക്കൊണ്ട് ചോപ്പിച്ച് കളറൊക്കെ കൊടുക്കുന്ന ഇഷ്ടമല്ല. പൊതുവെ നമ്മളർക്ക് ഇഷ്ടമല്ല. അതെനിക്കറിയില്ല. പിന്നെന്താ നോക്കുന്നത്? പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാ ഒരു എന്താ പറയണ ഒരു ഭംഗിയുണ്ടായിരിക്കണം. പിന്നെ പറയൂ. പിന്നെ എന്താണ് അത് താടിയൊന്നും വേണ്ടേ? താടി കുഴപ്പമില്ല. താടി വേണ്ടെങ്കിലും നല്ലതേ. താടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ താടി ഇല്ലാത്തവരെ ആരോ ഉണ്ട് കേട്ടോ. പിന്നെ പിന്നെ പിന്നെ
പിന്നെന്താ പിന്നെ ശ്രദ്ധിക്കും അവരുടെ ഡ്രസ്സൊക്കെ എങ്ങനത്തെ ആയിരിക്കണം? ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്. ഒത്തിരി ഇങ്ങനെ ഫ്രീക്കി ആയിട്ടുള്ള ആളെ ഇഷ്ടപ്പെടും? വേണ്ട, അത്ര വേണ്ട. വേണ്ട, ഫ്രീക്കി ആയിട്ടുള്ള ഇഷ്ടമല്ല. ഇഷ്ടമല്ല. മനസ്സിലല്ലേ കാര്യം, ഈ ലുക്കിലാണോ? എനിക്കൊരു നാടൻ ബോയിനെ ഇഷ്ടം, ഫ്രീക്കനൊന്നും ഇഷ്ടമല്ല. ഈ മുടി വളർത്തിയവരെല്ലാം കഞ്ചാവാണോ? അല്ല 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 അല്ല. അല്ല, മുടി വളർത്താത്തവരെല്ലാം കഞ്ചാവല്ല? അങ്ങനെയൊന്നുമില്ല. അപ്പൊ മുടി വളർത്തുന്നവരെല്ലാം കഞ്ചാവാ? ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ. മുണ്ടെടുത്ത് വന്നാലോ? നല്ലായിരിക്കും. ആയിരിക്കും. മുണ്ടെടുത്ത് കഴിയുമ്പോൾ വെള്ളം മുണ്ടെടുത്തിട്ട് ഏത് കളറിലെ ഡ്രസ് ഷർട്ട് ഇടുമ്പോഴായിരിക്കും നല്ല? ബ്ലാക്ക് തന്നെ കേട്ടോ. എന്താ ഇവിടെ എന്തെങ്കിലും ദുഃഖം വല്ലതും ഉണ്ടോ? അല്ല, അത് ഒരു എടുപ്പുണ്ടാവില്ലേ? എനിക്ക് ചുരുണ്ട മുടി ഭയങ്കര ഇഷ്ടമാണ്. ചുരുണ്ട മുടിയുള്ള ആളെ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. പിന്നെ എന്ത് ശ്രദ്ധിക്കും? പിന്നെ പ്രത്യേകിച്ചില്ല, അത്യാവശ്യം കുളിച്ചിട്ടൊക്കെ നടക്കണം. അതെ അതെ, ദൂരെ വരുന്ന ഒരാളെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും കുളിച്ചിട്ടില്ലയോ? അറിയാൻ പറ്റുമല്ലേ? പിന്നെ പിന്നെന്ത് ശ്രദ്ധിക്കും? ഒരുപാട് മുടി വളർത്തണ ഇഷ്ടമാണ്. അപ്പൊ താടി ഉണ്ടല്ലോ, തടി കുഴപ്പമില്ല, ക്ലീൻ ചെയ്യുവാണല്ലോ, കുഴപ്പമില്ല. പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെ ആയിരിക്കണം? ഡ്രസ്സിങ് അതൊന്നും കുഴപ്പമില്ല, മുണ്ട് ഷർട്ടാണ് പൊതുവെ നല്ലത്. മുണ്ട് ഷർട്ടാണ് ഇഷ്ടം? ഈ ഫ്രീക്ക് ആയിട്ടുള്ള പെമ്പിള്ളേർക്കൊക്കെ മുണ്ട് ഷർട്ടാണോ? ഇല്ല, അതിനോട് വലിയൊരു താല്പര്യമില്ല. മുണ്ട് ഷർട്ടാണ്. അത് വരുന്ന സമയത്ത് പോയി കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? അവരുടെ ലുക്ക് തന്നെ ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ നമ്മൾ അതല്ലേ നോക്കും. ഡ്രസ്സിംഗ് ആണോ, ഹെയർ ആണോ, താടിയാണോ, അല്ല കളറാണോ, എന്താ നോക്കുന്നത്? വെളുത്ത ആളാണോ കറുത്ത ആളാണോ? അതെന്താണേലും നമ്മൾ ഒരാളെ കാണുമ്പോ ജസ്റ്റ് നോക്കിയിട്ട് കൊള്ളാം, അത്രയല്ലേ? കൊള്ളാം എന്ന് പറയണം, അങ്ങനെ ആവണം. ഈ വായി നോക്കികളായിട്ടുള്ള പെമ്പിള്ളേരെ ശ്രദ്ധിക്കുമോ? അതായത് വെറും വളരെ മോശമായ രീതിയിൽ വായി നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരാളെ നമ്മൾ നോക്കുമോ? ഞാൻ നോക്കും, നന്നായിട്ട് നോക്കി പഠിക്കും. ദേഷ്യം വന്നാൽ ഞാൻ ചിലപ്പോൾ 2 തെറിയും പറഞ്ഞിട്ട്. അതാണ്, തെറി മാത്രം പറയാൻ പോരാ, അടി കൊടുക്കണം. അത് ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. ഭാവം കാണുമ്പോ തന്നെ അവർ പേടിക്കാറുണ്ട്. ഓക്കെ. നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്കെല്ലാം ഒരു മാതൃകയാക്കണം. താങ്ക് യു സോ മച്ച്. പൊന്ന് മക്കളെ, ആമ്പിള്ളേരെ നിങ്ങൾ കേട്ടോ ഈ പെമ്പിള്ളേരെ മനസ്സിലിരിപ്പൊക്കെ. എൻ്റെ പൊന്നെ അങ്ങനൊന്നും ഒരുങ്ങി നടന്നേക്കല്ലേ, ഉണ്ടാക്കി കൊടുത്തു പക്കായിട്ട് നടക്കല്ലേ. ഇവളുമാർ നിങ്ങളെ അടിച്ചോണ്ട് പോവേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി വീഡിയോ ആയിരുന്നു, ഇന്ന് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു കിടക്കാച്ചിക്ക വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇറ്റ്സ് മീ അൽത്താഫ്. ലാലേട്ടൻ കട്ട മീശ വെച്ചിട്ട് താടി വെക്കാൻ വന്ന ലുക്കില്ലേ? ചേട്ടാ, താടി വെച്ച് വരുമ്പോഴത്തേന് എന്റെ മമ്മൂക്ക വന്ന ലുക്കില്ലേ? താടി ഉണ്ടേലും ഇല്ലേലും ലുക്കാണ്. താടി വെച്ച് ലുക്ക് താടി വെക്കാതെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ. സോറി. എങ്ങനെ ഓക്കെ. ആരും ഉണ്ടല്ലോ ഇവിടെ തന്നെ കിട്ടോ?